ശബരിമല യുവതീ പ്രവേശനത്തിൽ മുൻ നിലപാട് മാറ്റാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ എന്ന വാർത്ത വന്നിരിക്കുന്നു. ആചാരം സംരക്ഷിക്കപ്പെടണമെന്ന പുതിയ നിലപാട് സർക്കാർ നാളെ സുപ്രീം കോടതിയെ സത്യവാങ്മൂലം നൽകി അറിയിക്കും എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. എന്നാൽ മുൻപെടുത്ത നിലപാടിൽ നിന്ന് തങ്ങൾ മാറില്ല എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. പണ്ഡിത സഭയുടെ അഭിപ്രായം തേടണം എന്ന VS സർക്കാരിന്റെ കാലത്തെ സത്യവാങ്മൂലവും MB ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം യുവതീ പ്രവേശന വിധി നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് കേസിലെ ആദ്യ ഹർജിക്കാരായ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ഇന്ന് തങ്ങളുടെ വാദങ്ങൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ആദ്യ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിശ്വാസികളെ ഒപ്പം നിർത്താനാണ് ശബരിമല യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ മലക്കം മറിച്ചിൽ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആചാര സംരക്ഷണത്തെ അനുകൂലിച്ച് സർക്കാർ നാളെ സുപ്രീം കോടതിയിൽ നിലപാടറിയിക്കും. വിശ്വാസികളെ എതിരാക്കുന്ന നിലപാട് വേണ്ടെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ വിശ്വാസികളെ എതിരാക്കുന്ന ഒരു തീരുമാനവും വേണ്ട എന്നാണ് പാർട്ടിയുടെയും ഇടതുമുന്നണിയുടെയും നിലപാട്. സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഇന്നത്തെ പരിതസ്ഥിതിയിൽ നിന്ന് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരത്തെ നിലപാടെടുത്തിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടക്കമുള്ളവർ മാർച്ച് 14-നകം നിലപാട് അറിയിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കേസിൽ വിശദവാദം ഏപ്രിൽ 7-ന് ആരംഭിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. യുവതീ പ്രവേശനത്തിൽ ആദ്യ ഹർജിക്കാരായ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ സുപ്രീം കോടതിയിൽ വാദങ്ങൾ സമർപ്പിച്ചു. 2018-ലെ യുവതീ പ്രവേശന വിധി നിലനിർത്തണം എന്ന് യങ് ലോയേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. IDX ന്യൂസ് മലയാളം. ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന വലിയ മലക്കം മറിച്ചെന്നും പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ കാരണം സർക്കാരിന്റെ നിലപാട് മുമ്പും അത് തന്നെ VS സർക്കാരിന്റെ നിലപാട് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. കഴിഞ്ഞ തവണ നൽകിയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നും നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ മറുപടി സംസ്ഥാന സർക്കാർ നൽകണം എന്നുമാണ് സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. നോക്കണം, ഞങ്ങൾ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഒരു നിലപാട് മാറ്റവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഫിഡവിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. ശബരിമല യുവതീ പ്രവേശനത്തിലെ CPIMന്റെ ഇപ്പോഴുള്ള നിലപാട് മാറ്റം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്നാണെന്നും CPIMന്റെ കുറ്റസമ്മതമാണ് കാണുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഭക്തരെ വഞ്ചിച്ച സർക്കാർ അവരുടെ വോട്ട് കിട്ടാൻ മലക്കം മറിഞ്ഞുവെന്നും ജനങ്ങളോട് മാപ്പപേക്ഷിച്ചിട്ട് വേണം സത്യവാങ്മൂലം കോടതിയിൽ ഫയൽ ചെയ്യാനെന്നും രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. അപ്പം മാറ്റിയില്ലെങ്കിൽ മാറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതി, സന്തോഷത്തോടുകൂടി പറഞ്ഞാൽ മതി. അത് ഒരു നിലപാടാണല്ലോ, മാറ്റില്ല, അതൊരു നിലപാടാണ്. അതിനുള്ള ധൈര്യമില്ലല്ലോ, അതിനുള്ള ധൈര്യമില്ല. അതിന് പകരം തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനം 10 വർഷം ഉണ്ടായി ഏറ്റവും അവസാനം കൂടിയ ക്യാബിനറ്റിൽ ഒരു തീരുമാനം എടുക്കുന്നത് ആരെ ഭയന്ന? ജനങ്ങളെ ഭയന്നാണ് തീരുമാനം എടുക്കുന്നത്. ഇത് ജനങ്ങളെ പറ്റിക്കാനല്ലെങ്കിൽ പിന്നെന്താണ്? ഇത് കാപട്യം അല്ലെങ്കിൽ പിന്നെന്താണ്? നവോത്ഥാന സമിതി പിരിച്ചുവിടണം. ഇപ്പൊ തന്നെ എന്താണ് മറുപടി പറയാനുള്ളത്? ഇപ്പൊ 2 വോട്ടിന് വേണ്ടി എന്തും ചെയ്യും. ഭക്തജനങ്ങളെ വഞ്ചിച്ച ഒരു ഗവൺമെന്റ് ഇപ്പം അവരെ വോട്ട് കിട്ടുമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ. പലതവണ നമ്മൾ പറഞ്ഞാണ്, അതുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. വരും ദിവസങ്ങളും സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് പുനഃപരിശോധനാ ഹർജികളുടെ വാദങ്ങളിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് അങ്ങേയറ്റം നിർണായകമാണ്. ഇങ്ങനെ തന്നെ ചർച്ച ചെയ്യപ്പെടും. മതപരമായ കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെടൽ നടത്താം എന്നത് കോടതിയുടെ തന്നെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ സർക്കാർ നേരിട്ട് അഭിപ്രായം പറയാതെ മുമ്പ് സത്യവാങ്മൂലം നൽകിയതുപോലെ ഹിന്ദു ആചാരങ്ങളിൽ പാണ്ഡിത്യമുള്ളവരെ ഉൾക്കൊള്ളിച്ചൊരു സമിതി രൂപീകരിക്കണം എന്നതടക്കമുള്ള നിലപാട് തുടരുന്നത് യഥാർത്ഥത്തിൽ സ്വാഗതാർഹമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി എന്താകും സർക്കാർ സത്യവാങ്മൂലം വിശദമായിട്ട് കാണുന്നത് എന്ന് നമുക്ക് നാളെ അറിയാം.